ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ പപ്പായ കഴിച്ചാലുണ്ടാകുന്ന ഇംപ്രസീവായ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയാണ്. ഒരു ദിവസത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് മുന്നോട്ടുള്ള സമയങ്ങളിൽ നിങ്ങളെ സ്വാധീനിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഈ ആക്ടിവിറ്റി വെറും വയറ്റിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നതായാലോ, അതും ഡെലീഷ്യസ് ആൻഡ് ന്യൂട്രീഷ്യസ് ആയ പപ്പായ കഴിക്കുന്നതായാലോ. നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ പപ്പായയ്ക്ക് പ്രൈം സ്പോട്ട്, പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കൊടുക്കേണ്ടതുണ്ട്. ഇതിന് ന്യൂമറസ് ആയ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ചില ആരോഗ്യ ഗുണങ്ങൾ, ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. നമ്പർ 5, ഹെൽത്ത് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. നിങ്ങളുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യത്തിനും ആമാശയ സംബന്ധമായ പല പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും പപ്പായ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് നമ്മൾ മിക്ക ആളുകളും കടന്നു പോകുന്ന ഒരു സന്ദർഭത്തെ കുറിച്ചാണ്, കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം. പപ്പായ നാരുകൾ കൊണ്ട് സമ്പുഷ്ടമായ ഒരു പഴവർഗ്ഗമാണ്, അതായത് ഫൈബർ റിച്ച് ഫ്രൂട്ട് ആണിത്. ഇവിടെ ഈ നാരുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ബവൽ മൂവ്മെന്റ്സ് ലളിതമാക്കും, അതുവഴി മലബന്ധത്തെ പരിഹരിക്കും. അറ്റ് ദ സെയിം ടൈം ഇത് അസിഡിറ്റി ആൻഡ് ഇൻഡൈജഷൻ, അതായത് പുളിച്ചു തികട്ടലിനും ദഹനക്കേടിനും വളരെ ബെസ്റ്റ് ആണ്. നമ്പർ 4, ഇറ്റ് ഈസ് ബെസ്റ്റ് ഫോർ വെയിറ്റ് ലോസ്. യെസ്, നിങ്ങൾ കേട്ടത് സത്യമാണ്. വെറും വയറ്റിൽ പപ്പായ കഴിക്കുന്നത് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കുന്നതിന് വളരെ വളരെ നല്ലതാണ്. ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആക്ച്വലി പപ്പായയ്ക്ക് കാലറി വളരെ വളരെ കുറവാണ്. അതേസമയം ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഫൈബർ കണ്ടന്റ് വളരെ വളരെ കൂടുതലുമാണ്. അതുകൊണ്ട് അധിക സമയത്തേക്ക് നിങ്ങളുടെ ആമാശയത്തെ ഇത് ഫുള്ളായി വച്ചിരിക്കും. സോ കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് വിശപ്പ് വരുന്നത് കുറയും. ഓവർ ഈറ്റിംഗ് ഇതുവഴി പരിഹരിക്കുകയും ചെയ്യാം. ഓവർ ഈറ്റിംഗ് നടക്കാത്തത് കൊണ്ട് കാലറി ഇൻടേക്കും കുറയും. കാലറി ഇൻടേക്ക് കുറയുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ശരീരഭാരം കുറയുകയും ചെയ്യും. നമ്പർ 3, ഇറ്റ് ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി. നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന 2 ഫാക്ടേഴ്സ് ആണ് വൈറ്റമിൻ സി ആൻഡ് ആന്റി ഓക്സിഡൻസ്. ഈ വൈറ്റമിൻ സി കൊണ്ടും ആന്റി ഓക്സിഡൻസ് കൊണ്ടും സമ്പുഷ്ടമാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്ന പപ്പായ. പറയുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻ സിയുടെ ഏകദേശം 150% മുകളിൽ 150 ഗ്രാം വരുന്ന ഒരു ചെറിയ പപ്പായ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല, വെറും വയറ്റിൽ പപ്പായ കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിനുള്ളിലെ ടോക്സിൻസ്, വിഷാംശത്തെ പുറന്തള്ളുന്നതിന് ഇത് സഹായിക്കും. അതായത് ഡീടോക്സിഫിക്കേഷൻ അഥവാ വിഷാംശ നശീകരണ പ്രവർത്തനം നടക്കുമെന്ന്. നമ്പർ 2, ഫോർ ബെറ്റർ ഹാർട്ട് ഹെൽത്ത്. നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് പപ്പായ വളരെ മികച്ചതാണ്. ഇവിടെയും പറയേണ്ടത് നാരുകളുടെ പ്രാധാന്യത്തെ പറ്റിയാണ്, അതായത് ഫൈബർ കണ്ടന്റിന്റെ പ്രാധാന്യത്തെ പറ്റി. എങ്ങനെ ഹൃദയാരോഗ്യം ഈ ഫൈബർ കണ്ടന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഹൃദ്രോഗം ഉണ്ടാകുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് രക്തത്തിൽ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ്. ഈ ഫൈബർ, ഈ നാരുകളുടെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ് രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവിനെ കുറയ്ക്കുക എന്നത്. ഇത്തരത്തിൽ രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നത് വഴി ഹൃദ്രോഗങ്ങൾ ഉണ്ടാകുന്നത് തടഞ്ഞ് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മികച്ചതാക്കാം. നമ്പർ 1, ഇറ്റ് ഇൻക്രീസസ് സ്കിൻ ഗ്ലോ. വൈറ്റമിൻ സിയാൽ സമ്പുഷ്ടമാണ് പപ്പായ എന്ന് നാം മനസ്സിലാക്കിയല്ലോ. ഈ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിലെ കേടുപാടുകൾ തീർത്ത് ഒരു റിപ്പയറിങ്ങിന് ഉപകരിക്കും. അതുപോലെ പപ്പായയിലെ ആന്റി ഓക്സിഡൻസ് ഓക്സിഡേറ്റീവ് ഡാമേജിൽ നിന്ന് സ്കിന്നിനെ സംരക്ഷിക്കും. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപീൻ എന്നൊരു കോമ്പൗണ്ട് നമുക്ക് അതിവേഗത്തിലുള്ള വാർദ്ധക്യം, പിമ്പിൾസ്, ചുളിവുകൾ ഇതൊക്കെ നമ്മുടെ സ്കിന്നിൽ രൂപപ്പെടുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. സോ ഇതൊക്കെയാണ് പപ്പായ വെറും വയറ്റിൽ കഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങൾ.